LPG ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാകാതെ വന്നാൽ ചെറുകിട ബേക്കറികൾ അടക്കം അടച്ചുപൂട്ടേണ്ടി വരും. പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുകയാണ്. റെസ്റ്റോറൻറ്റ് മേഖല മാത്രമല്ല, ഫുഡ് പ്രൊഡക്ഷനിലുള്ള എല്ലാ മേഖലയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വലിയൊരു അൺപ്രസിഡൻറ്റഡ് ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വിറകടുപ്പുകൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ആകെയുള്ള ബദൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെത്രയാണ് പോസിബിൾ ആകുക. അപ്പോൾ എത്രയും വേഗം ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ കോവിഡാണ് വരാൻ പോകുന്നത്. നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ ഒരു 60-70% നിന്ന് അത് വളർന്നു കയറത്തേ ഉള്ളൂ. കൂടിപ്പോയ ഒരാഴ്ച സസ്റ്റെയിൻ ചെയ്യാനുള്ള ഗ്യാസേ നമ്മുടെ കൈകളിലുള്ളൂ. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും 100%ലേക്ക് എത്തും. നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളെയല്ലേ. അവർ തിരിച്ചു പോയാൽ കഴിഞ്ഞു. പിന്നെ ഒരു 60 ദിവസമെങ്കിലും എടുക്കും. ഇവർ പെരുന്നാളും എല്ലാം കഴിഞ്ഞ് എങ്ങനെ എത്തിക്കണമെങ്കിൽ 10-60 ദിവസം എടുക്കും. ഇൻഡസ്ട്രി തകർന്നു എന്ന് ഉറപ്പിക്കാം. നിതിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, വെരി ഗുഡ് ഈവനിങ്. നോമ്പുകാലമാണ്, നമുക്കറിയാം. ബേക്കറി ഉൽപ്പന്നങ്ങളൊപ്പം ചെറുകിട കടികളൊക്കെ വലിയ രീതിയിൽ ചെലവാകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ബേക്കറികളെ സംബന്ധിച്ചിടത്തോളം ഈ പാചകവാതക പ്രതിസന്ധി ഒരു ഇരുട്ടടിയാവുകയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെയാണ് അവസ്ഥ. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് അതെങ്ങനെയാണ് ബാധിക്കുന്നത് നിതിൻ? ബേക്കറി അസോസിയേഷന്റെ ആളുകൾ, അവരുടെ വക്താക്കൾക്ക് കുറച്ചു മുൻപാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അവരും വരും ദിവസങ്ങളിൽ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ സിലിണ്ടറുകൾ ലഭിക്കാതെ വന്നാൽ അവർക്കും അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ചെറുകിട ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്നാക്സ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ ആ സിലിണ്ടറുകൾ ലഭിക്കാതെ വന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അവരും ഇത്തരത്തിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ പിന്തുടരുന്ന അതേ പാതയിലേക്ക് തങ്ങളും പോകേണ്ടി വരുമെന്ന് പറയുന്നു. അതേ ആശങ്ക നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്കുണ്ട്, വീട്ടുകാർക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എറണാകുളം തൃപ്പൂണിത്തുറ പുതിയകാവിലുള്ള ഒരു വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഈ ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. ഇപ്പോൾ 25 ദിവസമാണ് ഒരു ഗ്യാസ് വാങ്ങാനുള്ള സിലിണ്ടർ എടുക്കാനുള്ള ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? തീർച്ചയായും ആശങ്ക നന്നായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിലിണ്ടർ ഇത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 20-25 ദിവസം വരെ നമുക്ക് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇത് ഗ്യാസ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക നന്നായിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വാർത്തകളൊക്കെ വന്നേ പിന്നെ ഗ്യാസിന്റെ ഉപയോഗം കുറച്ചിട്ടുണ്ടോ? വളരെയധികം ഉപയോഗം കുറച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ തന്നെ വളരെയധികം കൺട്രോൾ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുന്നതിൽ വളരെ കുറച്ച്, എന്നാലും വളരെയധികം ഗുണകരമായ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. എങ്കിലും നമുക്കൊരു നല്ല ഭയം ഉള്ളിലുണ്ട്. പിന്നെ ഇതുവരെ നമ്മുടെ ഗ്യാസ് ഏജൻസികളൊന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് അവർ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് നല്ലൊരു ആശങ്ക തന്നെയാണ്. ഇതിനുശേഷം ഏജൻസികളുമായി വല്ലതും ബന്ധപ്പെട്ടിരുന്നോ? ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഗ്യാസ് ഇവിടെ തീർന്നത്. അപ്പോൾ നമുക്കത് കിട്ടുകയും ചെയ്തു. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ചാനലുകളും എല്ലാം നമ്മളിങ്ങനെ പിന്നെ പുറത്തുനിന്ന് ആളിലും കുട്ടികൾക്ക് ഈ ഭക്ഷണം വാങ്ങിച്ചു. വിനീത, അങ്ങനെ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ ആശങ്ക ഈ ഗാർഹിക ഉപഭോക്താക്കൾക്കുമുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു പേടി അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു അളവ് അല്ലെങ്കിൽ അതിൻ്റെ അത് കുറച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുതന്നെയാണ് ബേക്കറി അസോസിയേഷനും പറയുന്നത്. ഹോട്ടലുകളുടെ അതേ പാത അവരും പിന്തുടരേണ്ടി വരും എന്നാണ് ബേക്കറി അസോസിയേഷനും പറയുന്നത്. ശരി നിതിൻ, കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്തുക. 4 കറി ഉണ്ടാക്കിയെടുത്ത് 1 കറി മതി എന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ അമ്മമാർ എത്തുകയാണ്. അപ്പോൾ വീട്ടകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു യുദ്ധത്തിന്റെ കെടുതി എന്നതാണ്.